നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം മുരടിച്ചതായി KSRTC ഡ്രൈവർ യേതു. കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് യേതു പറയുന്നു. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല. KSRTC ബസിനു കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചാണ് ഏപ്രിൽ 27 ഡ്രൈവർ യേതു പോലീസിന് പരാതി നൽകിയത്. എന്നാൽ ആ പരാതിയിൽ കേസെടുത്തില്ല. കോടതി സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുത്തത്. തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണ് യേതു പരാതിപ്പെടുന്നു. അന്വേഷണം എന്തെന്നറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയെന്നും ആരോപിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യേതു ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ യേതുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും MLAയുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതിനിടെ കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ യേതു ബസ് ഡ്രൈവിംഗിനിടെ ബസിനുള്ളിലിരുന്ന് കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാട്ടിയെന്ന കേസിൽ യേതുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പോലീസ് ജില്ലാ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. മലയങ്കിഴ് പോലീസ് സ്റ്റേഷനിലെ യേതുവിനെതിരെ കേസില്ലെന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി തലസ്ഥാന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി PV ബാലകൃഷ്ണൻ തീർപ്പാക്കി. തനിക്കെതിരെ CPM നേതൃത്വം മലയങ്കിഴ് പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി യേതു സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ്. ഡ്രൈവർ യേതുവുമായുള്ള തർക്കത്തിൽ ആര്യയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി മൊഴിയെടുത്തിരുന്നു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കന്റോൺമെന്റ് പോലീസ് ക്രിമിനൽ നടപടി പ്രകാരത്തിലെ വകുപ്പ് 164 പ്രകാരം സാക്ഷി എന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകിയത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. അതേസമയം KSRTC ബസിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും അന്വേഷണം ഊർജിതമായി നടന്നുവരികയാണ്. കേസിൽ ഡ്രൈവർ LH യേതു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവർ നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു. KSRTC ഡ്രൈവർ തർക്കത്തിൽ KSRTC നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഡ്രൈവർ യേതുവിനെ കുടിക്കാൻ തുറപ്പുചീട്ടുകൾ ഒരുങ്ങുകയാണ്. മേയർക്ക് വേണ്ടി സഖാക്കൾ കൊലവിളി ഏറ്റെടുക്കുകയും ചെയ്തു. നിന്റെ മകനെ തീർക്കും, കുടുംബത്തിൽ ഇനി സമാധാനമുണ്ടാകില്ല എന്നാണ് CPMകാരുടെ ഭീഷണി. എന്നെ കള്ളക്കേസിൽ കൊടുക്കും, ജയിലിനകത്തിട്ട് തീർക്കും, ആ വാർത്തയായിരിക്കും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതെന്നാണ് യേതുവിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നത്. എന്റെ മകന് നേരെ ഉയർന്ന കൊലവിളി ഞാൻ സഹിക്കില്ല. എന്തു തന്നെ വന്നാലും നിയമത്തിന്റെ വഴി പോകും. ഏതറ്റം വരെ ഞാൻ പോകും. ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്നാണ് യേതു അന്ന് വ്യക്തമാക്കിയത്. നിന്നെ തല്ലും കൊല്ലും വെട്ടുമെന്നൊക്കെയാണ് ഭീഷണി. അതിപ്പോൾ ഒരു പടി കൂടി കടന്ന് കുടുംബത്തിന് നേരെ ആയിട്ടുണ്ട്. മകനെ കൊല്ലും, സമാധാനം കളയിക്കുമെന്നൊക്കെ ആയിട്ടുണ്ട്. CPM സൈബർ വെട്ടിക്കിളി കൂട്ടം യേതുവിനെ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭീഷണികൾക്ക് നടുവിലാണ് ഈ കുടുംബം. എന്നാലും പിന്നോട്ടേക്ക് ഇല്ല എന്നാണ് കുടുംബം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.